നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. 2026 മാർച്ച് 8 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഉറക്കായം വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ വെച്ചോളൂ, ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. അപ്പോ മാർച്ച് 8 കറണ്ട് അഫയേഴ്സ് പഠിച്ച് സെറ്റാവാൻ നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രധാന വാർത്തകൾ നോക്കാം. നോട്ട്ബുക്കില് നാഷണൽ ന്യൂസ് എന്ന് വലുതായിട്ടൊരു ഹെഡിംഗ് കൊടുത്തോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മാർച്ച് 8 നമുക്കെല്ലാവർക്കും അറിയാം, അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. പരീക്ഷകളിൽ ദിവസങ്ങളും അതിന്റെ തീമും, അതായത് പ്രമേയവും സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ 2026 പ്രമേയം ഇതാണ്: റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അതായത് അവകാശങ്ങൾ, നീതി, പ്രവർത്തനം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി. ഈ തീം അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്തോണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസത്തിന് പിന്നിലൊരു കഥയുണ്ട്, ഒരു വലിയ സമരത്തിന്റെ കഥ. 1908 ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന വനിതാ തൊഴിലാളികൾ നടത്തിയ ഒരു വലിയ സമരമാണ് ഇതിന്റെയൊക്കെ തുടക്കം. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1975 ഐക്യരാഷ്ട്രസഭ, അതായത് UN, ഈ ദിവസത്തിന് ഔദ്യോഗികമായി ഒരു അംഗീകാരം കൊടുക്കുന്നത്. അപ്പോ ഈ 2 വർഷങ്ങളും ഓർത്തുവെക്കണം. 1908 തുടക്കം, 1975 UN അംഗീകാരം. ഇനിയൊരു രസമുള്ള കാര്യം, വനിതാ ദിനത്തിനൊരു ഒഫീഷ്യൽ കളറുണ്ട്. അത് പർപ്പിൾ, അതായത് വയലറ്റ് ആണ്. എന്തിനാ പർപ്പിൾ എന്നല്ലേ? കാരണം ഈ നിറം നീതിയെയും അന്തസ്സിനെയും സൂചിപ്പിക്കുന്നു. ഇതൊരു ചെറിയ പോയിന്റാണെന്ന് തോന്നാം, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു മാർക്ക് കിട്ടിയാലോ? അപ്പം മറക്കണ്ട, പർപ്പിൾ. ഇനി ഈ വനിതാ ദിനത്തോട് ചേർത്തു വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗവൺമെന്റ് സ്കീമുണ്ട്, ലക്ഷ്പതി ദീദി പദ്ധതി. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക. അവർക്ക് ഓരോ വർഷവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കാനുള്ള സഹായം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. പേരുപോലെ തന്നെ സ്ത്രീകളെ ലക്ഷ്പതികളാക്കുക, അത്രയുള്ളൂ. അടുത്തത് നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു ഗംഭീര വാർത്തയാണ്. ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ ഒഡീഷ തീരത്ത് വെച്ച് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഒരു വലിയ വിജയം തന്നെയാണിത്. അപ്പോൾ എന്താണ് ഈ രുദ്രം 2? ഇതൊരു ആന്റി റേഡിയേഷൻ മിസൈലാണ്. പേരുകേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. ശത്രുക്കളുടെ റഡാറുകൾ എപ്പോഴും സിഗ്നലുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമല്ലോ. ഈ സിഗ്നലുകളെ നമ്മുടെ രുദ്ര മിസൈൽ കേൾക്കും. എന്നിട്ട് ആ സിഗ്നൽ എവിടെ നിന്നാണോ വരുന്നത് അങ്ങോട്ട് ഫോളോ ചെയ്തു പോയി ആ റഡാറിനെ അങ്ങ് തകർക്കും. ശത്രുവിന്റെ റഡാറാണല്ലോ അവിടെ കണ്ണ്, ആ കണ്ണ് തന്നെ നമ്മൾ അടിച്ചു പൊട്ടിക്കും. അതോടെ അവരുടെ പ്രതിരോധ സംവിധാനം താറുമാറാകും. നമ്മുടെ വിമാനങ്ങൾക്ക് ഈസിയായിട്ട് മുന്നോട്ടു പോകാം. ഇനി ഒരു ഒറ്റവരി ചോദ്യം. ഗിന്നസ് റെക്കോർഡൊക്കെ പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഏരിയയാണ്. വെറും 1 മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം വാരണാസി. ഇതോർത്തുവച്ചോളൂ. ഓക്കേ, ഇനി എല്ലാവരും കാത്തിരുന്ന ആ വാർത്തയിലേക്ക്. സ്പോർട്സ് ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ വക നൽകുന്ന വാർത്ത. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ നിമിഷം. യെസ്, ഇന്ത്യ T20 വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ. ഇത് ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണെന്നറിയാമോ? 3. മൂന്നാമത്തെ തവണ. ഈ നമ്പർ മറക്കരുത്, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ 3ാം T20 ലോകകപ്പ്. ഫൈനലില് നമ്മൾ ആരെയെ തോൽപ്പിച്ചത്? ന്യൂസിലൻഡിനെ. പരീക്ഷയ്ക്ക് എപ്പോഴും ജയിച്ച ടീമിനെ മാത്രമല്ല ചോദിക്കുക, ഫൈനലിൽ തോറ്റ ടീം, അതായത് റണ്ണറപ്പ് ആരാണെന്നും ചോദ്യം വരും. അപ്പോൾ ഓർത്തുവെക്കുക, വിജയി ഇന്ത്യ, റണ്ണറപ്പ് ന്യൂസിലൻഡ്. ഈ ചരിത്ര വിജയം നടന്നതെവിടെ വെച്ചാണ്? നമ്മുടെ സ്വന്തം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച്. മത്സരവേദികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ വിജയവേദി അഹമ്മദാബാദാണ്. അപ്പോ നമ്മുടെ 3 വിജയവർഷങ്ങൾ എങ്ങനെ ഓർക്കാം? ആദ്യത്തേത് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ 2007. പിന്നെ കുറെ കാലം കഴിഞ്ഞ് അടുപ്പിച്ച് 2 എണ്ണം. 2024, പിന്നെ ഇപ്പോൾ 2026. 2007, 2024, 2026. ഈ വർഷങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്ക്. ഓക്കെ, ഇനി നമുക്ക് നേരെ കേരളത്തിലേക്ക് വരാം. കേരള PSC പരീക്ഷകൾ എഴുതുന്നവർക്ക് ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനപ്പെട്ട ഒരു നിയമനം. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ K. മുരളീധരൻ നിയമിതനായി. മലയാളം യൂണിവേഴ്സിറ്റി, മുരളീധരൻ.
ഈ പേരുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് ഇന്ത്യയിൽ ആദ്യതത് എന്ന ടാഗ്ലൈനുള്ളൊരു വാർത്തയാണ്. ഇത് കണ്ടാലുടനെ നോട്ട്ബുക്കിലെ സ്റ്റാർ ഇട്ടോണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്തരിക അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് മാത്രമായുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെ ഇത് വരുന്നേ? നമ്മുടെ കോഴിക്കോട്. കോഴിക്കോട് ചേവായൂരിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തത്, അതും കേരളത്തില്. ഇതുറപ്പായും വരും. ഇനി കുറച്ച് ലോകകാര്യങ്ങൾ നോക്കാം. അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊരു ചരിത്രമാണ്. ലോകത്താദ്യമായി ഗർഭഛിദ്രം അഥവാ എബോർഷൻ ഒരു ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റിയ രാജ്യം. ഏതാണത്? ഫ്രാൻസ്. ഇതിന് ഔദ്യോഗിക പ്രഖ്യാപനം വനിതാ ദിനത്തിൽ തന്നെ വന്നു എന്നതും ഈ വാർത്തയുടെ പ്രാധാന്യം കൂട്ടുന്നു. യുഎന്നിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് അടുത്തത്. 2029 എന്ന വർഷം ഇനി എന്തിനു വേണ്ടിയായിരിക്കും അറിയപ്പെടുക? അന്താരാഷ്ട്ര ഛിന്നഗ്രഹ ബോധവൽക്കരണ ഗ്രഹസംരക്ഷണ വർഷം. അതായത് ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഛിന്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനും പ്രതിരോധിക്കാനും ലോകം ഒന്നിക്കുന്ന വർഷം. അപ്പോൾ 2029 എന്ന വർഷം മറക്കാതെ ഓർത്തുവെക്കണം. ശരി, അപ്പൊ നമ്മള് ഇന്നത്തെ പ്രധാന പോയിന്റ്സ് എല്ലാം കവർ ചെയ്തു. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു ക്വിക്ക് റാപ്പിഡ് ഫയർ ക്വിസ് റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാ. ഗർഭഛിദ്രം ഭരണഘടനാപരമായ അവകാശമാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? കിട്ടിയ ഉത്തരം മനസ്സിൽ? യെസ്, ഫ്രാൻസ്. രണ്ടാമത്തെ ചോദ്യം. 2026-ലെ വിജയത്തോടെ ഇന്ത്യ ഇതുവരെ എത്ര T20 ലോകകപ്പ് കിരീടങ്ങൾ നേടിയിട്ടുണ്ട്? ആ മാജിക് നമ്പർ ഓർമ്മയുണ്ടോ? 3. കറക്റ്റ്. കൊള്ളാം. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ഫൈനൽ റിവിഷൻ. ഈ ടേബിൾ ഒന്ന് മനസ്സിൽ ഫോട്ടോ എടുത്തു വെച്ചേക്കൂ. 2026 T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. അന്താരാഷ്ട്ര വനിതാദിനം മാർച്ച് 8. ഗർഭഛിദ്രം അവകാശമാക്കിയ രാജ്യം ഫ്രാൻസ്. ഇന്ത്യയുടെ T20 കിരീടങ്ങളുടെ എണ്ണം 3ാമത്തേത്. ഈ 4 കാര്യങ്ങളും മിനിമം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ വിവരങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്നായി പഠിക്കുക.